നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ജുഡീഷ്യറിയെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങൾ ഉൾപ്പെട്ടതിനെ തുടർന്ന് പിൻവലിച്ച 8ാം ക്ലാസ് NCERT സാമൂഹ്യശാസ്ത്ര പാഠപുസ്തക തിരുത്തലുകൾക്ക് ശേഷം ജൂൺ അവസാനത്തോടെ വീണ്ടും വിദ്യാർത്ഥികളിലേക്ക് എത്തും. ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഉൾപ്പെട്ട അധ്യായത്തിനെതിരെ സുപ്രീം കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്നാണ് പുസ്തകം നേരത്തെ പിൻവലിച്ചത്. എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന പുസ്തകത്തിലെ ജുഡീഷ്യറിയുടെ പങ്ക് വിശദീകരിക്കുന്ന അധ്യായത്തിൽ അഴിമതി, കേസുകളുടെ കെട്ടിക്കിടപ്പ് തുടങ്ങിയ വിഷയങ്ങൾ പരാമർശിച്ചിരുന്നു. 4ാം അധ്യായത്തിലെ പരാമർശങ്ങളെ തുടർന്ന് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഫെബ്രുവരിയിൽ പുസ്തകം നിരോധിച്ചു. ഉള്ളടക്കം ജുഡീഷ്യറിയെ ഏകപക്ഷീയമായി ചിത്രീകരിക്കുന്നതാണെന്ന് വിലയിരുത്തിയതോടെ സുപ്രീം കോടതി സ്വമേധയാ കേസ് പരിഗണിക്കുകയും NCERTയോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. തുടർന്ന് പുസ്തകത്തിന്റെ വിതരണം നിർത്തിവെക്കുകയും പുറത്തിറക്കിയ കോപ്പികൾ തിരിച്ചു വിളിക്കാനും നടപടി സ്വീകരിക്കുകയും ചെയ്തു. വിവാദത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അധ്യായം പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. സമിതിയുടെ ശുപാർശകൾ അടിസ്ഥാനത്തിൽ അധ്യായത്തിന്റെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷമാണ് പുസ്തകം വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ അഴിമതിയെക്കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും പരിഷ്കരിച്ച പതിപ്പിൽ നിന്ന് നീക്കം ചെയ്തതായാണ് വിവരം. നേരത്തെ NCERT പുസ്തകങ്ങൾ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ 3 അധ്യാപകർക്കെതിരെയായ ഉത്തരവ് കോടതി പരിഷ്കരിച്ചിരുന്നു. പുസ്തകം തയ്യാറാക്കിയ സമിതിയിലെ 3 വിദഗ്ധരെ കരിമ്പട്ടികയിൽപ്പെടുത്താനും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സർവകലാശാലയിൽ നിന്നും മാറ്റി നിർത്താനും ആവശ്യപ്പെടുന്ന ഉത്തരവാണ് കോടതി പരിഷ്കരിച്ചത്. പ്രൊഫസർ മിഷേൽ ഡാനിനോവ്, സപൂർണ ദിവാകർ, അലോക് പ്രസന്ന കുമാർ എന്നിവരെ അക്കാദമിക് പ്രൊജക്ടുകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന മുൻ ഉത്തരവ് സുപ്രീം കോടതി പരിഷ്കരിക്കുകയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സർവകലാശാലകൾക്കും ഈ വിദഗ്ധരുമായി സഹകരിക്കുന്ന കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാമെന്ന് കോടതി പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ അച്ചടിച്ച 2.25 ലക്ഷം കോപ്പികളിൽ 38 എണ്ണം മാത്രമാണ് വിറ്റുപോയിരുന്നത്. സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ ഇവ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു. പുതുക്കിയ പുസ്തകം ജൂൺ 3ാം വാരത്തോടെ സ്കൂളുകളിലേക്ക് എത്തും. സാമൂഹ്യശാസ്ത്ര പുസ്തകമൊഴികെ മറ്റു പുസ്തകങ്ങളുടെ വിതരണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു.